എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെട്ടിട്ട് സന്തോഷിക്കാമെന്ന് ചിന്തിച്ചിരിക്കുന്നവരാണോ നമ്മൾ? എങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് മാത്രമൊന്ന് മാറ്റിയാൽ എങ്ങനെ യഥാർത്ഥ സന്തോഷം കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. 1967 ഒരു പഴയ സന്ദേശത്തിൽ നിന്നുള്ളൊരു പാഠമാണിത്. ജീവിക്കാനുള്ള കല. അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന് ചോദിക്കട്ടെ, ശരിക്കും സന്തോഷിക്കാൻ നിങ്ങൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ഒരു പ്രൊമോഷൻ കിട്ടാനാണോ? അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരുന്ന ഒരു ദിവസത്തിനാണോ? സത്യം പറഞ്ഞാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ഇങ്ങനെ തന്നെയാ ചിന്തിക്കുന്നത്. പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ട് പുഞ്ചിരിക്കാം എന്ന് നമ്മൾ സ്വയം പറഞ്ഞു പഠിപ്പിക്കും, അല്ലേ? അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. അതായത് സാഹചര്യങ്ങളുമായിട്ടുള്ള ഒരു വ്യർത്ഥമായ പ്രയത്നം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പുറത്തുള്ള കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും പരാജയപ്പെടുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇയാളെ പരിചയപ്പെടാം. ഇതാണ് രോഹൻ. നോക്കൂ, ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും ചുമലിലേറ്റി ഒരു മുള്ളു നിറഞ്ഞ വഴിയിലൂടെ നടക്കുകയാണ്. ഈ കഷ്ടപ്പാടുകളൊക്കെ കഴിയുമ്പോൾ അതിനപ്പുറം എവിടെയോ ആണ് സന്തോഷം ഇരിക്കുന്നതെന്ന് അവൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ ഈ ഒരവസ്ഥ നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാകുമല്ലേ? അപ്പോൾ നോക്കൂ, ജീവിതത്തെ നേരിടാൻ നമ്മുടെ മുന്നിൽ ശരിക്കും 2 വഴികളാണുള്ളത്. ഒന്ന്, പുറത്തുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മളെ കൂടുതൽ ക്ഷീണിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയുമേ ഉള്ളൂ. മറ്റേ വഴിയെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക. ഇതിലൊന്ന് നമ്മളെ തളർത്തിക്കളയും, എന്നാൽ രണ്ടാമത്തേത് നമുക്ക് സന്തോഷവും പ്രതിരോധശേഷിയും നൽകി നമ്മളെ സ്വതന്ത്രരാക്കും. അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്നും ഒരു പരിഹാരത്തിലേക്ക് എങ്ങനെ വരാം? ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഒരു ദിവ്യമായ ദീപശിഖ കടന്നുവരുന്നത്. പ്രശ്നങ്ങളിൽ നിന്ന് മാറി പരിഹാരത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പുതിയ കാഴ്ചപ്പാടിനെ നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണെന്നറിയോ? പരംപൂജ്യ ഗുരുദേവ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ 1967 ഒരു സന്ദേശത്തിൽ നിന്നാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയം ഇതാണ്: ജീവിതം ഒരു കളിയാണ്. സന്തോഷമെന്ന് പറയുന്നത് നമുക്ക് വെറുതെ കിട്ടുന്നൊരു സമ്മാനമൊന്നുമല്ല. അത് നമ്മൾ പഠിച്ചെടുക്കേണ്ട, നേടിയെടുക്കേണ്ട ഒരു കഴിവാണ്. ഇനി 1967 അമരവാണിയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ആ വാക്കുകൾ എന്താണെന്ന് കേൾക്കാം. ജീവിതം ഒരു കലയാണ്. പ്രതികൂല സാഹചര്യങ്ങളിലും പതരാതെ പുഞ്ചിരിയോടെ നിൽക്കുന്നതാണ് യഥാർത്ഥ പുരുഷാർത്ഥം. സന്തോഷം നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കണ്ണാടിയാണ്. ആലോചിച്ചു നോക്കൂ, ഈ വാക്കുകളാണ് രോഹന്റെ ജീവിതം മാറ്റിയത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: നമ്മുടെ സന്തോഷം പുറത്തുള്ള സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലെ കാഴ്ചപ്പാടിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. അപ്പോ ഈ വലിയ ജ്ഞാനത്തെ നമുക്കൊന്ന് ലളിതമായി മനസ്സിലാക്കിയാലോ? ഒന്നാമത്തെ കാര്യം, ജീവിതം ഒരു യുദ്ധമായി കാണരുത്, അതൊരു കലയാണ്. രണ്ടാമതായി, പ്രതിസന്ധികൾ വരുമ്പോൾ പുഞ്ചിരിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. നമ്മുടെ സന്തോഷം പുറത്തുള്ള ലോകത്തിന്റെ അല്ല, നമ്മുടെ ഉള്ളിലെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. അതായത് ലക്ഷ്യം നമ്മുടെ സാഹചര്യം മാറ്റുക എന്നതല്ല, നമ്മുടെ മാനസികാവസ്ഥ മാറ്റുക എന്നതാണ്. ഇനി നമ്മൾ വളരെ രസകരമായൊരു ആശയത്തിലേക്കാണ് വരുന്നത്. ആനന്ദം, അത് നമ്മുടെ ഡീഫോൾട്ട് സിസ്റ്റമാണ്. ഈ പഴയ ജ്ഞാനത്തിന് പിന്നിലെ ആശയം ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രവുമായി ഒരുപാട് ചേർന്നു പോകുന്ന ഒന്നാണ്. എന്താണെന്നല്ലേ? സന്തോഷം നമ്മുടെയെല്ലാം ഉള്ളിൽ തന്നെയുള്ള സഹജമായൊരവസ്ഥയാണ്. എന്താണ് ഡീഫോൾട്ട് സിസ്റ്റം? നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു റേഡിയോ പോലെയാണത്. സന്തോഷമെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ എപ്പോഴും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചുറ്റുമുള്ള മറ്റ് സ്റ്റേഷനുകളുടെ ബഹളം കാരണം നമുക്കത് വ്യക്തമായി കേൾക്കാൻ പറ്റുന്നില്ല. അത്രയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ആ സന്തോഷത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി ട്യൂൺ ചെയ്യുക മാത്രമാണ്. അതിനെവിടെയും പോയി തേടി പിടിക്കേണ്ട ആവശ്യമില്ല. ശരി, അപ്പോൾ ഈയൊരു മാനസികമായ മാറ്റം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം? അതിന് 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമത്തേത്, ജീവിതം ഒരു കളിയാണെന്ന് അങ്ങോട്ട് അംഗീകരിക്കുക. ജയവും തോൽവിയുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. 2, നമ്മുടെ വിഷമങ്ങൾക്കും ദേഷ്യത്തിനുമൊന്നും സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അങ്ങ് നിർത്തുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ കാര്യം, സാഹചര്യം എന്തുതന്നെയായാലും പുഞ്ചിരിക്കാൻ നമ്മൾ സ്വയം തീരുമാനിക്കുക. ഇതൊരു വ്യായാമം പോലെ നമ്മൾ ശീലിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ പുഞ്ചിരിയെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാമെന്നതാണ്. ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. രോഹന്റെ ജീവിതത്തിലേക്ക് ഒന്നുകൂടി നോക്കൂ. അവനുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായില്ല. പക്ഷേ അവന്റെ കാഴ്ചപ്പാട് മാറിയപ്പോൾ അവൻ കണ്ടിരുന്ന ലോകം തന്നെ മാറിപ്പോയി. ആ മുള്ളുകൾ നിറഞ്ഞ പാത ഒരു പൂക്കളുടെ പരവതാനിയായി. ആ കറുത്ത മേഘങ്ങൾക്കിടയിൽ അവനൊരു മഴവില്ല് കണ്ടു. ഇത് രോഹന്റെ മാത്രം കഥയല്ല. ഈയൊരു മാന്ത്രികമായ മാറ്റം നിങ്ങൾക്കും സാധ്യമാണ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, സന്തോഷം നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളിലല്ല, നമ്മുടെ കാഴ്ചപ്പാടിലാണ്. രണ്ടാമത്തത്, നമ്മുടെ പുഞ്ചിരിയുണ്ടല്ലോ, അതാണ് ഏതു വലിയ പ്രതിസന്ധിയും തുറക്കാനുള്ള താക്കോല്. പിന്നെ സാഹചര്യങ്ങളുടെ അടിമകളായി ജീവിക്കുന്നത് നിർത്തുക.
എല്ലാ അവസ്ഥയിലും സന്തോഷവാനായിരിക്കാൻ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമുക്കിതൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കേണ്ട, പകരം ഒരു തീരുമാനത്തോടെ, ഒരു പ്രതിജ്ഞയോടെ നിർത്താം. ഇത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലുറപ്പിക്കേണ്ട ഒന്നാണ്. ഒരു സാഹചര്യത്തെയും എന്റെ പുഞ്ചിരി കവർന്നെടുക്കാൻ ഞാൻ അനുവദിക്കുകയില്ല.